എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് വികസിത നിലമ്പൂരിന്റെ ഒരു രൂപരേഖ. രൂപയാണ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞ പോലെ 60 കൊല്ലം ഇവിടെ ജനങ്ങൾ UDF-നും LDF-നും അവസരം കൊടുത്ത് 43 കൊല്ലം UDF-നും 17 കൊല്ലം LDF-നും അവസരം കൊടുത്തിട്ടുണ്ട്. അവര് എല്ലാ ഇലക്ഷനിലും ഒരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ച് അതേ മാനിഫെസ്റ്റോ ഒന്നും ചെയ്യാതെ അടുത്ത ഇലക്ഷനിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും റിലീസ് ചെയ്തു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം ആദ്യമായിട്ടാണ് വികസിത നിലമ്പൂരിന്റെ ഒരു കാഴ്ചപ്പാടുന്ന ഒരു രൂപരേഖ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. അതാണ് BJP NDA. അതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതില് ഒരു സംശയമില്ല, ഈ UDF-ഉം LDF-ഉം ഇന്നും അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വാക്ക് പറയാൻ സാധിക്കുന്നു. ഗിരീഷ് പറഞ്ഞ പോലെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്നും ഞങ്ങള് വികസിത കേരളം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, യുവാക്കൾക്ക് ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു വികസനം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ UDF-ഉം LDF-ഉം ഇന്നും ചെയ്യുന്നത് വികീർണ രാഷ്ട്രമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് നീണ്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമിയും PDP-യും നമ്മുടെ നാടിന്റെ രാഷ്ട്രത്തിൽ കയറി വന്നാൽ ഈ നാടിന്റെ വികസനം മാത്രമല്ല, നാടിന്റെ സമാധാനം, നാടിന്റെ ഭാവി എല്ലാം ഒരു അപകടകരമായ ഒരു സ്ഥിതിയിൽ പോകുമെന്ന് നമുക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ UDF-ഉം LDF-ഉം 60 കൊല്ലം ഒന്നും ചെയ്യാത്ത രണ്ട് പാർട്ടി ഇന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അവര് വ്യക്തമായിട്ട് ഈ പീഡ രാഷ്ട്രീയത്തോട് പറയുന്നു. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വയ്ക്കുന്നത് ആദ്യം മുതൽ ഇന്ന് വരെ പറഞ്ഞത് വികസനമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും, പ്രവർത്തിക്കും. ഇതാണ് BJP കൊണ്ടുവരാൻ പോകുന്ന ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം. ഈ മാനിഫെസ്റ്റോയിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് 5 കൊല്ലം കൊടുത്താൽ ഇതിലെല്ലാം ഞങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്, താല്പര്യമുണ്ട്, ചെയ്യാനൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇതിൽ ആഡ് ചെയ്യുന്നു. ഈ ഒരു അവസരം 60 കൊല്ലം LDF-നും UDF-നും കൊടുത്ത പോലെ ഒരു അവസരം 7 മാസത്തിന് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ജനങ്ങൾ കൊടുത്താൽ 3 കാര്യങ്ങൾ ഞങ്ങൾ 7 മാസത്തിലേക്ക് കാണിക്കും. ഒന്ന്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ക്യാൻസർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹബ്ബാക്കി മാറ്റും. രണ്ടാമത്തത്, റെയിൽവേ വികസനം. എത്രയോ കൊല്ലമായിട്ട് നിലമ്പൂർ നഞ്ചൻകൂട് റെയിൽവേ ലൈൻ വേണം. തിരുവനന്തപുരത്ത് നിലമ്പൂരിൽ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ, അത് 4-5 ട്രെയിൻ ആക്കണം. അത് ഞങ്ങൾ കൊണ്ടുവരും. മൂന്നാമത്, 7 മാസം ഒരു അവസരം തന്നാൽ കാണിച്ചു കൊടുക്കുന്നത്, ഒന്ന്, കോഴിക്കോട് നിലമ്പൂർ ഗുഡലൂർ ആ ഒരു ഹൈവേ അല്ല, ഒരു റോഡ്, അതിനെ ഒരു നാഷണൽ ഹൈവേ ആക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനൊപ്പം ഞാൻ ഉറപ്പു തരുന്നു. ഇന്ന് കോൺഗ്രസ് രാജവംശത്തിന്റെ രാജകുമാരിയുടെ കേട്ടു. അപ്പോ മാധ്യമ സുഹൃത്ത് വഴി ഞാൻ 3 പ്രശ്നങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ച് വേവ് ചെയ്ത് നടക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണോട് ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ഇങ്ങനെ പോളിറ്റിക്സ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വേവിംഗ് എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന കാര്യമല്ലേ, നുണ പറയുന്ന കാര്യമല്ലേ എന്ന ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ വേറെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. 2018 ഉമ്മൻചാണ്ടിയല്ല പറഞ്ഞത് ഇതൊരു ഭീകരവാദ സംഘടനയാണ്. അപ്പോ ഇന്നത്തെ കോൺഗ്രസിലും 2018 അതിന് മുമ്പുള്ള കോൺഗ്രസിന് വ്യത്യാസമുണ്ടോ? ഇതൊരു പുതിയ കോൺഗ്രസ് ആണോ? മൂന്നാമത്തെ ചോദ്യം, പ്രിയങ്ക ഗാന്ധി ഇത് മാധ്യമം സുഹൃത്തുക്കൾ അവരോട് ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഈ അജ്മൽ കസാബും ഹമാസും ഡിക്ലെയർഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഇവരെ ന്യായീകരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണല്ലോ ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് കോൺഗ്രസ് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കും. ഈ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ മാധ്യമ സുഹൃത്തോട് ആഗ്രഹിക്കുന്നു, അവരോടൊന്ന് ചോദിക്കണം. ഇന്ന് വന്നല്ലോ, ഇന്നും നാളെ ഉണ്ടല്ലോ, ജനങ്ങളെ വെട്ടിയാക്കാനെല്ലാം ആണ് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ഒന്ന് ചോദിക്കണം, സത്യം തെളിവാണ്. അപ്പോൾ ഇനി പറയാൻ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സങ്കല്പമാണ്, ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്, ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. വികസിത കേരളം സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ ഇന്ന് വരെ പറയുന്നു, ഇനിയും പറയും. അതുപോലെ വികസിത നിലമ്പൂർ NDA സ്ഥാനാർത്ഥിനെ വിജയിപ്പിച്ച് അദ്ദേഹത്തിന് 7 മാസം ഒരു അവസരം കൊടുത്താൽ ഞങ്ങൾ കാണിച്ചു തരാം വികസനം എന്താണ്. ഈ വീണ രാഷ്ട്രീയത്തെ തകർത്തി ഈ വികസനത്തിന്റെ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ BJP NDA ഒരു ലക്ഷ്യമാക്കി മുമ്പോട്ട് വയ്ക്കുന്നു, പറഞ്ഞു വാങ്ങിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.